ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. വീക്കെൻഡാണ്, പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കുവാനുമുള്ള സമയമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ്. നമ്മൾ പല ആൾക്കാരും എല്ലാവരും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. പലതരത്തിലാണ് ഇൻവെസ്റ്റ്മെന്റ് രീതികളുള്ളത്. ചില ആളുകളെ സംബന്ധിച്ചിട്ട് വളരെയധികം സമയം ഓഹരി വിപണിയെപ്പറ്റി പഠിക്കുവാനും അറിയുവാനും വിലയിരുത്തുവാനും സമയം കിട്ടുന്നതാണ്. അതിനുശേഷം അവരുടെ റിസർച്ചുകൾക്ക് ശേഷം അവരവരുടെ സ്റ്റോക്കുകൾ ഓഹരികൾ സെലക്ട് ചെയ്യുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മറ്റു ചിലവരെ സംബന്ധിച്ചിട്ട് ഇതിൽ പുതിയവരാണ്. അവരെ സംബന്ധിച്ചിട്ട് ഓഹരി വിപണിയിലേക്ക് അവർ വന്നത് തന്നെ ഒരു നല്ല റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രൊഫഷണലുകളിൽ അവർ ബിസിയാണ്. അതിനെക്കുറിച്ച് അറിയാനും പഠിക്കുവാനുമുള്ള സമയം, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് പറയാനും പഠിക്കുവാനുമുള്ള സമയം വളരെ കുറവാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. വേറൊരു കൂട്ടരുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടിയ ക്യാപിറ്റൽ, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ക്യാപിറ്റലുമായിട്ട് മാർക്കറ്റിലേക്ക് വന്ന് അവർ ട്രേഡ് ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്തോ പണത്തിലേക്ക് വേണമെങ്കിൽ റിട്ടേൺ സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നു. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത്, ഞാൻ അവരെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ സാധാരണ ഒരു ഫാമിലിയെ സംബന്ധിച്ചിട്ട് ഒരു മീഗറായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കാം അവരുടെ എക്സ്പെൻസുകൾക്ക് ശേഷം അവരുടെ കയ്യിൽ വരുന്ന സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പം 5,000-ഓ 4,000-ഓ 5,000-ഓ ഉള്ള ഒരു എമൗണ്ട് കൊണ്ട് ഓഹരി വിപണിയിലേക്ക് വരുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ അത് പൊതിയാവില്ല എന്ന് തന്നെ നമുക്കറിയാം. കാരണം ആ ഒരു 4,000-ഓ 5,000-ഓ കൊണ്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഓഹരികൾ വളരെ വില കൂടിയതാണെങ്കിലും, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഓഹരികൾക്ക് ചിലപ്പോൾ നല്ല വില നൽകേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് ഉണ്ടാക്കാവുന്ന റിട്ടേൺ വളരെ കുറവായിരിക്കും ഈ ഒരു മേഖലയിൽ നിന്ന്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇത്ര മാത്രമേ ഫണ്ടുള്ളൂ, ഇതിനെ കൊണ്ട് നമുക്ക് ഏത് ഓഹരിയിൽ നിക്ഷേപിക്കാമെന്ന്. പക്ഷെ ഞാൻ അവരെ സംബന്ധിച്ചിട്ടും പറയാറുള്ളത്, നിങ്ങൾക്ക് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്രകാരം മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ്. കാരണം ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിട്ട് പറയുന്ന കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു അത്ഭുതം വർത്തിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലാണ് ശരിക്കും. കാരണം അവിടെ നമ്മൾ സിസ്റ്റമാറ്റിക് ഒരു ഇടതരമില്ലാതെ ഒരു കൃത്യമായ ഇടവേളകളിൽ ഒരു കൃത്യമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സെക്ടറിലോ അല്ലെങ്കിൽ ഒരുപാട് ഓഹരികളിലേക്ക് നിക്ഷേപിക്കുന്നതായിട്ടാണ് അത് വർത്തിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിട്ട് വളരെ കൂടുതലാണ്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിട്ട് പല ആവശ്യങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ആവശ്യമായിട്ട് വരും. മകളുടെ വിവാഹമായിരിക്കാം, മകന്റെ പഠനാവശ്യത്തിനായിരിക്കാം, അല്ല എങ്കിൽ നമ്മുടെ സ്വന്തം റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ഒരു ജീവിതത്തിന്റെ പല മേഖലകളിൽ നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നിച്ചു വേണ്ടതായിട്ട് വരുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. നമുക്ക് ഓഹരി നിക്ഷേപം നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ വാങ്ങിച്ച ഓഹരികൾ ആ സമയത്തേക്ക് എത്രമാത്രം റിട്ടേണിലേക്ക് വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതേസമയം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇടവേളകളിൽ ഒരു നിശ്ചിത എമൗണ്ട് വളരെ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഒരു റിട്ടേൺ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 11-12% ആവറേജ് റേറ്റ് റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും. ഇയർലി വൈസ് നോക്കുകയാണെങ്കിൽ 27-28% ഒക്കെ റിട്ടേൺ വന്നിരിക്കുന്ന വർഷങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ 7,500 നിഫ്റ്റിയിൽ നിന്നും അത് 15,000-ലേക്ക് വന്നിരിക്കുന്നു. അത് എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ ഉൾക്കൊള്ളുന്ന നിക്ഷേപ രീതികൾ വളരെ റിസ്ക് കുറഞ്ഞതും, എന്നാൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ കമ്പനികളിലേക്കോ അല്ലെങ്കിൽ 1-2 കമ്പനികളിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഒരു കൂട്ടം കമ്പനികളിലേക്ക് നിക്ഷേപിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത്. ഇതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിനിറ്റി ആപ്പിനെ സംബന്ധിച്ചിട്ട്. മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു വളരെ നല്ല പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ അതിനെ ചിത്രീകരിച്ചത്. ശരിയാണ്, ഒരുപാട് ആൾക്കാർ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് അതിനുശേഷം തുടങ്ങി എന്നാണ്. ഇപ്പോൾ അടുത്തായിട്ട് ഫിനിറ്റിയുടെ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പുതിയൊരു ഫീച്ചർ നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ടിൽ തന്നെയുള്ള 2 കാറ്റഗറികളെ സംബന്ധിച്ചാണ് അത്. പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ 2 തരം മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ പറയാം. ഒന്ന് ആക്റ്റീവ് ഫണ്ടുകളാണ്, ഒന്ന് പാസീവ് ഫണ്ട്സുകളാണ്. ആക്റ്റീവ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും, അത് അവരാണ് മാനേജ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു പെർട്ടിക്കുലർ റിസർച്ചിനനുസരിച്ചിട്ട് ചില സ്റ്റോക്കുകൾ അവരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നിന്നും എക്സിറ്റ് ആവുന്നത് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ സ്റ്റോക്കുകൾ അവർ ആഡ് ചെയ്യുന്നതായി കാണാം. ചിലപ്പോൾ അവരുടെ വെയിറ്റേജ്, ചില സ്റ്റോക്കുകളിലുള്ള വെയിറ്റേജ് അവർ കുറച്ചുകൊണ്ടും, അങ്ങനെ അവരുടെ റിസർച്ചുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ ആക്റ്റീവ് ഫണ്ട് മാനേജേഴ്സ് മാനേജ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു കമ്മീഷനായിട്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു.
അതുപോലെ തന്നെ അവരുടെ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഒക്കെ കൂടുതലാണെന്ന് പറയാം. നേരെ മറിച്ച് രണ്ടാമത്തെ കാറ്റഗറി പാസീവ് ഫണ്ട്സുകളാണ്. ഈ പാസീവ് ഫണ്ട്സുകൾ ഒരു ഇൻഡെക്സിനെ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള പാസീവ് ഫണ്ട്സുകളെ പറ്റിയാണ്. പാസീവ് ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടുകൾ കൃത്യമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അത് നിഫ്റ്റി ആയിരിക്കാം, സെൻസെക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും മറ്റുമായിരിക്കാം. കാരണം ഇത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം, അല്ലെങ്കിൽ നിങ്ങൾ 500 രൂപയോ 1000 രൂപയോ നിക്ഷേപിക്കുന്നു, ആ 1000 രൂപ പോകുന്നത് നിഫ്റ്റിയിലുള്ള എല്ലാ സ്റ്റോക്കുകളിലേക്കുമായിട്ടാണ്, അല്ലെങ്കിൽ സെൻസെക്സിലുള്ള എല്ലാ സ്റ്റോക്കുകളിലേക്കുമായിട്ടാണ്. ഏത് ഇൻഡെക്സ് ആണോ ആ ഒരു പാസീവ് ഫണ്ട്സ് ഫോളോ ചെയ്യുന്നത്, ആ ഒരു ഫണ്ടിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഓഹരികളുടെ ഇൻഡെക്സിലേക്കാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫണ്ട് പോകുന്നത്. അതുവഴി ഇൻഡെക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങളുടെ റിട്ടേണിലും മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഒരു ചെറിയൊരു എമൗണ്ട് കൊണ്ട് നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്കുകളോ സെൻസെക്സിലുള്ള 30 സ്റ്റോക്കുകളോ വാങ്ങാൻ സാധിക്കില്ല. 5000 രൂപ കൊണ്ട് വരുന്ന ഒരു സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ചിട്ട് 5000 രൂപ കൊണ്ട് സെൻസെക്സിലുള്ള എല്ലാ സ്റ്റോക്കുകളും വാങ്ങാൻ പറ്റുന്നില്ല. ICICI ബാങ്കുകൾ അല്ലെങ്കിൽ HDFC ബാങ്കും മറ്റുള്ള ബാങ്കുകളൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ ഏകദേശം അതിൽ കൂടുതൽ ഓരോ ഓഹരികൾക്ക് തന്നെ പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അതേസമയം നിങ്ങൾക്ക് 500 രൂപയോ 1000 രൂപയോ മുടക്കി ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ 1000 രൂപ നിഫ്റ്റിയുടെ 50 സ്റ്റോക്കുകളിലാക്കി ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന, ഞാനൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബീസിനെ സംബന്ധിച്ചിട്ട്. കഴിഞ്ഞ വർഷം നിഫ്റ്റി ബീസ് ഞങ്ങൾ ചെയ്ത സമയത്ത് അതിൻ്റെ വളരെ വലിയ ചെറിയ പ്രീമിയം ആയിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു ഡബിൾ കഴിഞ്ഞ് മുകളിലേക്ക് വന്നിരിക്കുന്നു. കാരണം അത് നിഫ്റ്റി ബീസ് നിഫ്റ്റിയെ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അത് നിഫ്റ്റി ബീസിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നിഫ്റ്റി ഏകദേശം 7500 8000 നിലവാരത്തിലുണ്ടായിരുന്ന സമയത്ത് ചെയ്ത ആ വീഡിയോ ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 15000-ലാണ്. അതുപോലെ തന്നെ CPSE ETF പറ്റി സംശയിച്ചിട്ടുണ്ടായിരുന്നു. അത് പബ്ലിക് സെക്ടർ യൂണിറ്റുകളെ സംബന്ധിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ അല്ലെങ്കിൽ പാസീവ് ഇൻവെസ്റ്റ്മെന്റ്സ് ഫോളോ ചെയ്തുകൊണ്ട് വളരെ നല്ല അഡ്വാൻറ്റേജ് ആണ് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല എപ്പോഴും 15 20 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പെർട്ടിക്കുലർ ഉദ്ദേശത്തോടു കൂടി നിക്ഷേപിക്കുക. ചെറിയൊരു എമൗണ്ട് നിങ്ങളുടെ സേവിങ്സിൽ നിന്നും നിങ്ങൾക്ക് അധികമായിട്ട് ഉപദ്രവിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികമായി ബുദ്ധിമുട്ട് നൽകാത്ത ഒരു എമൗണ്ട് നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ വലിയൊരു കോർപ്പസ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തേക്ക് ഏകദേശം 1000 രൂപ 500 രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപയൊക്കെ, അതായത് ഞാനൊരു റിട്ടേൺ ആവറേജ് വെച്ച് പറയുകയാണ്, ഒരു 15-20 വർഷമൊക്കെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, 15-10 വർഷമൊക്കെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ആവറേജ് റിട്ടേൺ ഒരിക്കൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരി വിപണി എന്ന് പറയുന്നത് നഷ്ടസാധ്യതകൾക്ക് വിലയിരുത്തേണ്ടതാണെങ്കിൽ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ കയറ്റിറക്കങ്ങൾക്ക് അനുസരിച്ചിട്ടുമായിട്ട് റിട്ടേണുകളിൽ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ഇൻഡെക്സുകളിലും മറ്റും നിക്ഷേപിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ മാത്രമാണ് ഇൻഡെക്സിലേക്ക് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫിനിറ്റി ആപ്പ് പോലുള്ള ഒരു ആപ്പ്, അവിടെ 5000-ഓളം മ്യൂച്വൽ ഫണ്ടുകളാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അതിന് പുറമെ ഏകദേശം 42ഓളം ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ AMCകൾ മാനേജ് ചെയ്യുന്ന ഫണ്ടുകൾ അവിടെ അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പുതിയ ഫീച്ചറായിട്ടുള്ള ഈ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് KYC പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ നിങ്ങളുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ അതുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, നിങ്ങളുടെ പാൻ നമ്പർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസുകൾ ലഭ്യമാണ്. അവിടെ പാസീവ് ഇൻവെസ്റ്റ്മെന്റ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. അത് നിങ്ങൾ തുറക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റി ബാക്ക്ഡ് ഫണ്ടുകളുണ്ട്, സെൻസെക്സ് ബാക്ക്ഡ് ഫണ്ടുകളുണ്ട്, അതുപോലെ തന്നെ തീമാറ്റിക് ഫണ്ടുകൾ. പലപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫിനിറ്റിയുടെ ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ ചോദിച്ചത് ഫാർമസ്യൂട്ടിക്കൽ, അതായത് ഫാർമ സെക്ടറുകൾ ഇൻഡെക്സിൽ ബുള്ളിഷ് ആയിട്ട് വരുന്നു. അപ്പോൾ ഫാർമ 1-2 ഫാർമ കമ്പനികൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് കൊണ്ട് വാങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് SIP പോലെ തുടരാൻ ഫാർമസ്യൂട്ടിക്കൽ ഫണ്ട്സ് ഉണ്ടോ എന്നുള്ളതാണ്. തീമാറ്റിക് ഫണ്ട്സുകളിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് കിട്ടുകയാണ്. നിങ്ങൾക്ക് സപ്പോസ് ഓട്ടോമൊബൈൽ കമ്പനികളിലൊക്കെ നിങ്ങൾ ബുള്ളിഷാണ്, പക്ഷെ നിങ്ങൾക്കുള്ള ഒരു ചെറിയൊരു എമൗണ്ട് കൊണ്ട് എല്ലാ ഓട്ടോ സ്റ്റോക്കുകളും വാങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വഴി ഓട്ടോ സെക്ടറുകളിലുള്ള ഓട്ടോ ഇൻഡെക്സിൽ നിക്ഷേപിക്കാം. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപം, നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ പൈസയും എല്ലാ ഓട്ടോ കമ്പനികളിലുമായിട്ട് വൈഡ് സ്പ്രെഡായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സിൽ വരുന്ന കമ്പനികളിൽ വരുന്ന മാറ്റം മുഴുവനായിട്ട് വരുന്ന മാറ്റം
ഉൾക്കൊള്ളാൻ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിന് ആ ഒരു റിട്ടേൺ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു. നിങ്ങൾ ഫാർമ സെക്ടറിൽ ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാർമ തീമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴി നിക്ഷേപിക്കാം. ഫാർമ കമ്പനികളിലാണ് അത് ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ തീമാറ്റിക്, നിങ്ങൾക്ക് ഓരോ ഫണ്ട് അല്ലെങ്കിൽ ഓരോ സെക്ടറുകളിൽ നിങ്ങൾ ബുള്ളിഷ് ആണെങ്കിൽ അത് വാങ്ങാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡെക്സിൽ ബുള്ളിഷ് ആണെങ്കിൽ ഇൻഡെക്സ് വാങ്ങാൻ സാധിക്കുന്നു. അത് സെൻസെക്സ് ആയിക്കോട്ടെ, നിഫ്റ്റി ആയിക്കോട്ടെ, അതിനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഫിനിറ്റി ആപ്പിലേക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ഗ്ലോബൽ ഇൻഡെക്സുകളെ ഫോളോ ചെയ്യാനുള്ള, ട്രാക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻഡെക്സുകൾ ഉദ്ദേശിക്കുന്നത് US മാർക്കറ്റ് നാസ്ഡാക്കിലുള്ള ടെക്നോളജിക്കൽ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കിലോ ഹെൽത്ത് കെയർ സ്റ്റോക്കിലോ നിക്ഷേപിക്കണമെങ്കിൽ അതിനുള്ള അവസരവും കൂടി ഇപ്പോൾ ഫിനിറ്റി ആപ്പിൻ്റെ ഈ ഒരു പുതിയ പ്രൊസീജിയറിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തുടരാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 500 രൂപ മുതൽ നിങ്ങൾക്ക് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് സാധിക്കുന്നു. സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാറുള്ളത്. ഒന്ന് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ട്രാക്കിംഗ് എറർ ആണ്. ട്രാക്കിംഗ് എറർ, ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ, എക്സ്പെൻസ് റേഷ്യോ. എന്താണ് എക്സ്പെൻസ് റേഷ്യോ? ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന, ഫണ്ട് മാനേജേഴ്സിന് കൊടുക്കുന്ന കമ്മീഷനാണ് എക്സ്പെൻസ് റേഷ്യോ. ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ സാധാരണയായിട്ട് കുറവുള്ള ഫണ്ടുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഫണ്ട് മാനേജേഴ്സിന് കൊടുക്കുന്ന കമ്മീഷനാണ്, അവർ ആ ഫണ്ട് മാനേജ് ചെയ്തതിന് കൊടുക്കുന്ന കമ്മീഷനാണ്. ആക്റ്റീവ് ഫണ്ടുകളെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫണ്ട് മാനേജേഴ്സിന്റെ എഫേർട്ട് അവിടെ വളരെ കൂടുതലാണ്. അവരാണ് ഏതൊക്കെ സ്റ്റോക്കുകൾ വേണം വേണ്ട എന്നൊക്കെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് റേഷ്യോ വളരെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് പാസീവ് ഫണ്ടുകളെ സംബന്ധിച്ചിട്ട് അവർ, ഞാൻ പറഞ്ഞതുപോലെ, ഒരു ഇൻഡെക്സിനെ ട്രേസ് ചെയ്യുകയാണ്, ഒരു ഇൻഡെക്സിനെ അതുപോലെ തന്നെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. കാരണം ഫണ്ട് മാനേജേഴ്സിന്റെ ആക്റ്റീവ്നെസ് അവിടെ കുറവായി, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. സെബി നിശ്ചയിച്ച പ്രകാരം ഉള്ള ഒരു ഇൻഡെക്സ് ആണ് ഇപ്പോൾ NSE അല്ലെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ അതുപോലെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഫണ്ട് മാനേജേഴ്സിന്റെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ആവശ്യമായിട്ട് വരുന്നില്ല. അതാണ് പറയുന്നത്. എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും ഈ പറയുന്ന പാസീവ് ഫണ്ടുകളെ സംബന്ധിച്ചിട്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട്. നിങ്ങൾ നിക്ഷേപിക്കുന്ന മാക്സിമം പൈസയും അവിടത്തേക്ക് പോകും. ഇനി ഫിനിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ കമ്മീഷൻ എന്നുള്ളത് അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്മീഷന്റെ ബേസിലും ഇൻവെസ്റ്റേഴ്സിന് ലാഭം വരുന്നു. എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ് ഈ ഫണ്ടുകളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ മാക്സിമം ആ ഒരു എമൗണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ഫണ്ടുകളിലേക്ക് മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ട്രാക്കിംഗ് എററാണ്. ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടും നിങ്ങളൊരു 1,00,000 രൂപ എടുക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയിലുള്ള വെയിറ്റേജ് പോലെ തന്നെ നിങ്ങൾ ഒരു ബ്രോക്കർ എടുത്ത് ഈ സ്റ്റോക്കുകളൊക്കെ വാങ്ങുകയാണ്. നേരെ മറിച്ച് ഇപ്പോൾ നിഫ്റ്റിയുടെ റിട്ടേൺ ഒരു വർഷം കഴിയുമ്പോൾ 20%, നിങ്ങളുടെ റിട്ടേൺ 19.5% അല്ലെങ്കിൽ 19%. അപ്പോൾ 1% വ്യത്യാസം വരുന്നു. നിഫ്റ്റിയിൽ അതേ സ്റ്റോക്കുകൾ, നിഫ്റ്റിയിലുള്ള അതേ വെയിറ്റേജിലുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് നിങ്ങൾ വാങ്ങുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ 19% മാത്രം റിട്ടേൺ ഉണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ 20% റിട്ടേൺ വന്നിട്ടുണ്ട്. 1% ഡിഫറൻസ് വരുന്നു. ഈ ഒരു 1%നെയാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് അതേപോലെ തന്നെ ഞങ്ങൾ പോർട്ട്ഫോളിയോയിൽ വാങ്ങി വെച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ നഷ്ടം വന്നു എന്നുള്ളതാണ്. 1% ഇവിടെ പോയി. അത് മറ്റൊന്നുമല്ല, ചിലപ്പം അവർ വാങ്ങുന്ന സമയത്ത് അവരുടെ അക്വിസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അവരുടെ ബ്രോക്കറേജ് വ്യത്യാസമായിരിക്കാം, ടാക്സ് റേറ്റിൽ വ്യത്യാസം വന്നിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും 2 പോർട്ട്ഫോളിയോ പ്രതിഫലിക്കും. അതിനാണ് ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആപ്പിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഫീച്ചേഴ്സ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ മനസ്സിലാക്കിയത്, എക്സ്പെൻസ് റേഷ്യോ എല്ലാ ഫണ്ടിൻ്റെയും അവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. അതുപോലെ തന്നെ എല്ലാ ഫണ്ടിൻ്റെയും ട്രാക്കിംഗ് എറർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷത്തേത്, 5 വർഷത്തേത് അല്ലെങ്കിൽ മാക്സിമം ഇയേഴ്സിൻ്റെ അവസാനത്തെ പെർഫോമൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും, ഞാനടക്കം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് കോർപ്പസ്. കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ഫണ്ട് ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങൾ, അത് ഞാൻ പറഞ്ഞതുപോലെ വിവാഹാവശ്യമായിരിക്കാം, പഠനാവശ്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിനെ സംബന്ധിച്ചതായിരിക്കാം, വളരെ നാളുകൾക്ക് ശേഷം ആവശ്യമുള്ള വലിയൊരു എമൗണ്ട്, വളരെ ചെറിയൊരു എമൗണ്ട് നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലുള്ള ഈ പറയുന്ന പാസീവ് ഫണ്ടുകളിലേക്ക് നീക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് ഓഫ് കോർപ്പസ്, നമ്മളെ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ഒരു കോർപ്പസ് ഈ ഒരു നിക്ഷേപ രീതി വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ ഒരു ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുക്കുകയാണ്. അതുവഴി നിങ്ങൾ കയറി നോക്കുക. KYC പ്രോസസ് വിത്തിൻ 5 മിനിറ്റ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ പറയുന്ന എല്ലാ ഫണ്ടുകളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതിൽ 500 രൂപ മുതൽ ഉള്ള ഫണ്ടുകൾ അവൈലബിൾ ആണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമാറ്റിക് ഫണ്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഡെക്സ് ഫണ്ടുകളോ ഗ്ലോബൽ ഫണ്ടുകളോ സെൻസെക്സ് ബാക്ക്ഡ് ഫണ്ടുകളോ നിഫ്റ്റി ബാക്ക്ഡ് ഫണ്ടുകളോ ഏതായാലും സെലക്ട് ചെയ്യുക. വർഷങ്ങളോളം, അതായത് ചെറിയൊരു എമൗണ്ട് വർഷത്തേക്ക് നിങ്ങൾ ഒരിക്കലും നിക്ഷേപിക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. വളരെ വർഷങ്ങളോളത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കോർപ്പസിന് വേണ്ടി ഇന്ന് തന്നെ നിക്ഷേപിച്ച് തുടങ്ങുക. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഫിനിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. നിങ്ങളത് തീർച്ചയായിട്ടും ഉപയോഗിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് ആശംസിക്കുന്നു. ഹാപ്പി ഇൻവെസ്റ്റ്മെന്റ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.